വിശദമായ വാർത്തയിലേക്ക്. കേരളത്തിലെ വിവാദങ്ങൾ, ഭരണവീഴ്ചകൾ മറച്ചുവെക്കാൻ സർക്കാരും CPM-ഉം ഉണ്ടാക്കുന്നതാണെന്ന് പാലക്കാട് MP VK ശ്രീകണ്ഠൻ പറഞ്ഞു. KSSPA ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ശ്രീകണ്ഠൻ. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാക്കിയത് സർക്കാരിന്റെ ധൂർത്തും കെടുകാര്യസ്ഥതയുമാണ്. എല്ലാം തനിക്കും തന്റെ കുടുംബത്തിനുമെന്ന നിലയിലാണ് മുഖ്യമന്ത്രിയുടെ ഭരണമെന്നും VK ശ്രീകണ്ഠൻ ആരോപിച്ചു. പേഴ്സണൽ സ്റ്റാഫുകൾക്കില്ലാത്ത നിയന്ത്രണമാണ് ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നും ശ്രീകണ്ഠൻ പറഞ്ഞു. പാവപ്പെട്ട തൊഴിലാളികളുടെ പേര് പറഞ്ഞ് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി ഒരുപാട് മുന്നേറ്റം നടത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും അധപ്പതിച്ച രൂപമാണ് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ രൂപത്തിലും പിണറായി വിജയന്റെ രൂപത്തിലും ഇവിടെ പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സർവശക്തിയും എടുത്ത് പോരാട്ടം നടത്തേണ്ട സമയമാണ്. അതിനുള്ള ഏറ്റവും നല്ല സമയമാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ പാവപ്പെട്ടവർ 7 വർഷമായി ഒരു കൂരയ്ക്ക് വേണ്ടി, ഒരു വീടിന് വേണ്ടി അപേക്ഷയുമായിട്ട് പഞ്ചായത്ത് ഓഫീസുകളിലേക്ക് പോകുന്നു. 50% വികസന ഫണ്ട് വെട്ടിക്കുറച്ചിരിക്കുക. പ്ലാൻ ഫണ്ട് ഇല്ല, വികസന പ്രവർത്തനമില്ല, നിർമ്മാണ പ്രവർത്തനങ്ങളില്ല, അടിസ്ഥാന സൗകര്യങ്ങളില്ല. നമുക്കറിയാം, അധ്യാപകരുടെ കാര്യം എടുത്ത് നോക്കിയാൽ ഉച്ചക്കഞ്ഞിക്ക് പോലും കുട്ടികൾക്ക് വകയില്ലാത്ത സ്ഥിതിയാണ്. കോടിക്കണക്കിന് രൂപ സർക്കാർ കൊടുക്കാനാണ്. കഴിഞ്ഞ ദിവസം സിവിൽ സപ്ലൈസിന്റെ MD എന്നോട് പറഞ്ഞത് കോടിക്കണക്കിന് രൂപ സർക്കാർ കുടിശ്ശികയായതുകൊണ്ട് കമ്പനിക്കാരൊന്നും തരുന്നില്ല. എന്തിന് കയറ്റിറങ്ങ് കൂലി കൊടുക്കാൻ പോലും ഇല്ല. വന്ന സാധനം ഇറക്കാനും അതിന്റെ ട്രാൻസ്പോർട്ടേഷന് ലോറി വാടക കൊടുക്കാനും ഇല്ല എന്നുള്ളൊരവസ്ഥ വരുമ്പോ നമ്മുടെ അടുത്ത നാളുകളിലെ സ്ഥിതി അതീവ ഗുരുതരമായിട്ട് വരാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ സമൂഹത്തെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? ഈ നാടിനോട് പ്രതിബദ്ധതയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും സംഘടനകൾക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും മാറി നിൽക്കാൻ കഴിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മുഖ്യപ്രഭാഷണം നടത്തി. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് R ബാലകൃഷ്ണൻ അധ്യക്ഷനായി. DCC പ്രസിഡന്റ് തങ്കപ്പൻ, സംഘടനാ നേതാക്കളായ C ബാലൻ, V രാമചന്ദ്രൻ, V മുരളി, R രാജൻ, C വേലായുധൻ, VA ലത്തീഫ്, ഭക്തവത്സലൻ എന്നിവർ പ്രസംഗിച്ചു.